ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ്സ് സിദ്ര ഹോസ്പിറ്റലിൻ്റെ ആണ് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടോ, സോഷ്യൽ വർക്കറിൻ്റെ വേക്കൻസി ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കുള്ള വേക്കൻസീസ് ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ സിദ്ര ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൽ അവർ 7 പോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 വേക്കൻസി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സിദ്ര ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 1, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2, 2 തരത്തിലുള്ള ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. പിന്നെ സോഷ്യൽ വർക്കറിന്റെ വേക്കൻസി ഉണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. പിന്നെ ട്രെയിനർ, ലൈഫ് സപ്പോർട്ട്. ഇത്രയും ഓപ്പണിങ്സ് ആണ് അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 19/1/2026 കേട്ടോ. അപ്പം ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് അവർ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്യുപേഷണൽ തെറാപ്പിയിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് കേട്ടോ. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2-ന് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പീഡിയാട്രിക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കേട്ടോ. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 1 ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി. ഇതാണ് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനും ബാച്ചിലർ ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്കിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കയറി വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. 5 വർഷത്തിൽ 2 വർഷം പീഡിയാട്രിക് എക്സ്പീരിയൻസ് വേണമെന്ന് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീച്ച് ആൻഡ് പാത്തോളജി, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിൻ്റെ. പിന്നെ അടുത്തത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിനും ബാച്ചിലർ ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ 2 വർഷത്തെ അസോസിയേറ്റ് ഡിഗ്രി ആണെങ്കിലും കൺസിഡർ ചെയ്യും. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്. അതുപോലെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ്, എഡ്യൂക്കേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ഹൈസ്കൂൾ ഡിഗ്രി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2 വർഷത്തെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് നല്ല കമ്പ്യൂട്ടർ സ്കില്ലും നല്ല ലാംഗ്വേജ് സ്കില്ലും ഒക്കെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വേറൊരെണ്ണം ഉള്ളത് ട്രെയിനറിന്റെ വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഈ എന്താണ് BLS-ന്റെ ഒക്കെ ട്രെയിനിങ്, ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള വേക്കൻസിയാണ് കേട്ടോ. അത് ആ പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ട്രെയിനറായിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കറിനും ബാച്ചിലർ ഡിഗ്രിയാണ് പറയുന്നത്. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ വർക്കറിന്റെ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. BSW MSW ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ദെൻ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.